മലയാളികളുടെ മണിനാദം നിലച്ചിട്ട് ഇന്നേക്ക് 9 വർഷം. ആടിയും പാടിയും അഭിനയിച്ചു മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാഭവൻ മണിയുടെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണ്. അവസാനം അഭിനയിച്ച ചിത്രത്തിന്റെ പേരുപോലെ തന്നെ യാത്ര ചോദിക്കാതെയായിരുന്നു മണിയുടെ മടക്കവും. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ സമ്മാനം നേടിയതിന് പിന്നാലെയാണ് മണി കലാഭവനിലെത്തുന്നത്. അതോടെ ചാലക്കുടി മണി കലാഭവൻ മണിയായി. മിമിക്രി വേദികളിൽ നിന്ന് പിന്നീട് സിനിമയിലേക്ക്. ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു. അക്ഷരം എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ മണിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. പിന്നെ മണിയുടെ കാലമായിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ. വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ, വാൽക്കണ്ണാടി, കരടി, ബെൻ ജോൺസൺ, ഛോട്ടാ മുംബൈ, അങ്ങനെ നായകനായും പ്രതിനായകനായും സഹനടനായും മണി തിളങ്ങി. തെന്നിന്ത്യൻ സിനിമയിൽ മണിക്ക് തുല്യം മണി മാത്രമായി. 2016 മാർച്ച് 5-നാണ് വീടിന് സമീപത്തെ അതിഥി മന്ദിരമായ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ഛർദ്ദിച്ച് അവശനിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മണി എന്ന പേര് അമ്പലപ്പറമ്പിൽ മുഴങ്ങാതെ ഒരു ഉത്സവവും കേരളത്തിൽ ഇന്നും പൂർത്തിയാകാറില്ല. മരണം മണിക്ക് മുന്നിൽ തോറ്റുപോകുന്നതും ഇങ്ങനെ ചിലയിടങ്ങളിലാണ്. കലാഭവൻ മണിക്ക് കഥാർസിസിൻ്റെ ബാഷ്പാഞ്ജലി.